അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്രായീൽ ഫതവസ്സം യതവസ്സമുൽ ഖുദൂസ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഖുദ്സിൻ്റെ മക്കൾക്ക് വിജയം കാണാതെ, ഖുദ്സിൻ്റെ മക്കൾ പുഞ്ചിരിക്കാതെ ലോകത്തിന് ഒരു അവസാനമുണ്ടെങ്കിൽ ഇസ്ലാം എന്നേ തകർന്നേനെ. മനസ്സിലാവുണ്ടോ? മസ്ജിദുൽ അഖ്സ അത് മുസ്ലിം ഉമ്മത്ത് പിടിച്ചെടുക്കുന്ന ഒരു യുദ്ധം മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കരങ്ങളാൽ നടക്കുമെന്നുള്ളത് പുന്നാരപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ലാത്ത വിഷയമാണത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. മസ്ജിദുൽ അഖ്സയിലെ മുസ്ലിം ഉമ്മത്തിന് അവകാശത്തോടെ, അധികാരത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ആ പള്ളിയിൽ നമസ്കരിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഇസ്രായേൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന നരനായാട്ട്, കൊടും ക്രൂരത, മേഡർ, കില്ലിങ്, നിരവധി കുട്ടികൾ, സ്ത്രീകൾ, പ്രായമുള്ളവർ കൊന്നെടുക്കുന്ന ഇസ്രയേലിൻ്റെ ഇന്നത്തെ നരനായാട്ട്, ഇത് മനുഷ്യത്വമുള്ള, മനുഷ്യനായിട്ട് പിറന്ന ഒരാൾക്കും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതാരെങ്കിലൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അതിൽ ആനന്ദം കൊള്ളുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ മുസ്ലിം ഉമ്മത്തിന് ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സന്തോഷം ഉടനെ എന്താവും, പടച്ചറപ്പ് എന്താവും തരുമെന്നുള്ളതാണ്. ഇപ്പോൾ സന്തോഷിക്കുന്ന ആളുകളുടെ നിങ്ങൾക്ക് വരാൻ നിൽക്കുന്ന ദുഃഖമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരു നിലക്കും താങ്ങാൻ കഴിയാത്ത ദുഃഖമായിരിക്കും. ഇൻഷാ അല്ലാഹ് സംഭവിക്കുക തന്നെ ചെയ്യും. പടച്ചറപ്പിനോട് മല്ലിട്ട് കളിച്ചാൽ അടിച്ച് തൂഫാനാക്കുന്നുള്ളതിൻ്റെ സൂചന പടച്ച മുമ്പേ കൊടുത്തിക്കണ്. പടച്ച തമ്പിനെ തീരുമാനിച്ചാൽ പിന്നെ കത്തി നശിക്കുകയല്ല, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് സംഭവിക്കും. അതുകൊണ്ട് വരാനിരിക്കുന്ന സംഭവങ്ങൾ ഏത് രൂപത്തിൽ വരുമെന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, കാത്തിരുന്ന് കാണാം. അല്ലാഹു തആല ഖുദ്സിൻ്റെ മക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ കുട്ടികൾ മുതൽ ഷഹീദിൻ്റെ കൂലി കൊടുത്ത് സ്വർഗീയ അവകാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളായിട്ടുള്ള ഓരോരോ വ്യക്തികളും ഫലസ്തീന് വേണ്ടി എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. ഉംറക്ക് പോകുന്ന ആളുകൾ ഹറമിൽ ദുആ ചെയ്യണം, സഫയിലും മറുവയിലും ഒക്കെ ദുആ ചെയ്യണം. പരിശുദ്ധമായ മദീനയിൽ റൗളയിൽ കയറാൻ കഴിയുന്ന ആളുകൾ പരിശുദ്ധമായ സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, പലസ്തീൻ ജനതയെ നമ്മുടെ കൽബിൽ ഓർമ്മ വരണം. അല്ലാഹു തആല അവർക്ക് സമാധാനം കൊടുക്കട്ടെ. ഇസ്രായേൽ എന്ന നരബേജികളായ ഇസ്രായേൽ പട്ടികൾ, അവരുടെ ശക്തി, ഭീരുക്കളായ ആളുകൾ, പാവങ്ങളുടെ മക്കിട്ട് കയറുന്ന ആ രാജ്യത്തിൻ്റെ ഉയർച്ച ശക്തി അല്ലാഹു തആല അതിനെ നശിപ്പിച്ച് കളിയുമാറാട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്.